യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആനന്ദേട്ടാ, എനിക്കിപ്പോ രണ്ടിലൊന്നറിയണം. ആനന്ദേട്ടൻ അമ്മയുടെ പക്ഷത്താണോ അത് ഭാര്യയുടെ പക്ഷത്താണോ? എന്താ മധു നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? ആനന്ദേട്ടൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ ചോദിച്ച ചോദ്യം സാധാരണ ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചോദിക്കുന്ന ചോദ്യ. നിങ്ങൾ എന്റെ പക്ഷത്താണോ അമ്മയുടെ പക്ഷത്താണോ എന്ന്. ഇവിടെ ഇപ്പൊ നീ ഈ ചോദ്യം എന്നോട് ചോദിച്ചെന്തിനാ? ഈ വീട്ടിലിപ്പോ രണ്ട് പക്ഷക്കാരാ. ഞാനും അമ്മ ആനിക്കുട്ടി ഒരു പക്ഷത്ത്, എതിർപക്ഷത്താ ആനന്ദേട്ടന്റെ ഭാര്യയും മകനും മരുമകളും. എനിക്കറിയേണ്ടത് ആനന്ദേട്ടൻ ആരുടെ പക്ഷത്താണെന്നാ. എന്നാലേ എനിക്ക് കാര്യം പറയാൻ കഴിയൂ. ഭാര്യയുടെ പക്ഷത്താണോ കുടുംബക്കാരുടെ പക്ഷത്താണോ? അതോ നീ ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചാ എന്റെ മറുപടി ഞാൻ നിന്റെ പക്ഷത്തല്ല, മാധുരി ചേച്ചിയുടെയും പൂജയുടെയും ഒപ്പം നന്മയുടെ പക്ഷത്താണെന്ന്. മധു നീ എന്തിനാ കരയുന്നത്? കാര്യം പറ. ആരുടെ പക്ഷത്താണെന്ന് കാര്യം കേട്ടിട്ട് പറയാം. നീ കാര്യം പറ മധു. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഓ ആനന്ദേട്ടാ, നീ കാര്യം പറ. ഞാൻ ഇവിടുത്തെ ആരാ? ഇതെന്തോ ഒരു അനാവശ്യമായിട്ടുള്ള ചോദ്യം. അനാവശ്യമായിട്ടുള്ള ചോദ്യമോ? അത് ശരി. അപ്പൊ ആനന്ദേട്ടനും ഞാൻ അനാവശ്യമാണെന്ന് തോന്നി തുടങ്ങി അല്ലേ? കൊഞ്ചാതെ നീ കാര്യം പറ. മാധുരി ചേച്ചി എന്നെ തല്ലി. മാധുരിയോ? മാധുരി നിന്നെ തല്ലിയെന്നോ? കണക്കായി പോയി. നിനക്ക് രണ്ട് തരാൻ വേണ്ടി എന്റെ കയ്യും കാലും തരിച്ചിരിക്കുകയായിരുന്നു. മാധുരി ചേച്ചിയാണ് തല്ലിയതെങ്കിൽ നീ എന്തെങ്കിലും കൊസറാ കൊള്ളി ഒപ്പിച്ചിട്ടുണ്ടാവും, അതുറപ്പ്. വസന്തേട്ടാ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഒരിക്കലും ഇല്ല. നിനക്ക് കരണത്ത് രണ്ടെണ്ണം എവിടെന്നെങ്കിലും കിട്ടുന്നതിൽ എനിക്കെന്ത് തടസ്സം? ഇഷ്ടം പോലെ ഓടി നടന്ന് വാങ്ങിച്ചോ. നിന്നെന്തിനാ മാധുരി തല്ലിയത്? അല്ല, വെറുതെ തല്ലില്ലല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അത് ഞാൻ പൂജ തല്ലിയെന്നും പറഞ്ഞു. അപ്പൊ നീ പൂജയെ ശരിക്കും തല്ലിയല്ലേ? ഞാൻ അവളെ തല്ലിയെങ്കിൽ അതിന് കാരണമുണ്ട്. ഈ വീട് ഇങ്ങനെ ആക്കിയത് അവളാ. എന്നെ വസന്തേട്ടനെ വരെ അവള് തെറ്റിച്ചില്ലേ? അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓഹോ, അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല അല്ലേ? പണ്ടത്തെ പോലെയാണോ നിങ്ങൾ എന്നോട് ഇപ്പൊ പെരുമാറുന്നത്? അയ്യോ മധു, അത് പൂജ കാരണമല്ല. നിന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ ഇപ്പോഴാ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാ. യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുമ്പോ ഏതു മനുഷ്യനും മാറും. മധു, നീ ചെയ്തത് ശരിയായില്ല. എന്തു തന്നെ തെറ്റ് പൂജയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവളെ തല്ലാൻ നിനക്ക് ആരാ അധികാരം തന്നത്? നീ അവളെ തല്ലിയനല്ലേ മാതിരി നിന്നെ തിരിച്ചു തല്ലിയത്. അതിലൊരു തെറ്റുമില്ല. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അവൾ കൈവശം തന്നിരിക്കുകയാണല്ലേ? എടി, ഞാനെന്താ പൊട്ടനാണെന്ന് കരുതിയോ? ഇവിടെ നീയും ആ പ്രിയയും കൂടി കാണിച്ചു കൂട്ടുന്നൊന്നും ഞാൻ കാണുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. നീ എന്തിനാ എപ്പോഴും പൂജയുടെ നേർക്ക് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? അവളെ നിനക്ക് കണ്ണെടുത്താ കണ്ടൂടല്ലോ. അത് പൂജയുടെ പ്രവൃത്തി ദോഷം കൊണ്ടാ. അവളുടെ മായ പൊടിയൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. ഇതെന്റെ കൂടി വീടല്ലേ? എന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടതല്ലേ? പിന്നെ എന്തിനാ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പൂജ എന്നോട് ചോദിച്ചു. അവള് ചോദിച്ചില്ല, എന്താ തെറ്റ്? നിന്നെ ഇവിടെ ഒന്ന് കെട്ടിച്ചയച്ചതല്ലേ? ആനന്ദേട്ടാ, നിനക്ക് ഈ അടി ഇപ്പോഴല്ലേ കിട്ടേണ്ടിയിരുന്നത്. ഈ വസന്തന്റെ പാവ അച്ഛനെ അമ്മയും പുറത്താക്കി ആ വീടും കൈക്കലാക്കി വാടകയ്ക്ക് കൊടുത്ത് നീ ഇവനുമായി ഇവിടെ വന്ന് താമസം തുടങ്ങി അന്ന് നിന്റെ കാരണം ഞാൻ പുകച്ചുവിടേണ്ടതായിരുന്നു. അന്നത് ചെയ്യാത്തതാ എന്റെ തെറ്റ്. ഏട്ടാ, ഇനി നീ പൂജയുടെ നേരെ ഒരക്ഷരം മിണ്ടിന്ന് ഞാൻ അറിഞ്ഞാൽ ഇതുവരെ മിണ്ടാതിരുന്ന പോലെ ആയിരിക്കില്ല ഞാൻ. ഓർത്തോ, ദിസ് ഈസ് മൈ ലാസ്റ്റ് വാണിംഗ്. ഞാൻ പറഞ്ഞതിൽ വസന്തം വിഷമിക്കണ്ടല്ലോ. ഇല്ലളിയ, ഞാനത് അർഹിക്കുന്നുണ്ടെന്ന് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ അല്പം വൈകിപ്പോയെന്നേ എനിക്ക് പറയാനാവൂ. മധു, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? അമ്മ
ഇവർ രണ്ടുപേരും കൂടി എന്നെ. എന്താ പ്രശ്നം? നീ എന്തിനാ കരയുന്നേ? മധു നമ്മുടെ പൂജയെ തല്ലി. അതിന് മാധുരി ചേച്ചി തിരിച്ചൊരെണ്ണം മധുവിന് കൊടുത്തു. അത്രേ ഉള്ളൂ. ആ, അത്രേ ഉള്ളൂ. അമ്മേ, മാധുരി തിരിച്ചു തന്ന സ്ഥിതിക്ക് ഞാൻ തരുന്നില്ല. പിന്നെ ഇനി മേലാൽ പൂജയുടെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. പുതിയ കാലത്തെ പിള്ളേരാ, അവരെല്ലാം കേട്ട് നിന്ന് ക്ഷമിച്ചൊന്നൊന്നും വരില്ല. ഇന്ന് നിന്നേക്കാൾ മൂത്ത മാധുരിയല്ലേ തല്ലിയത്? സാരമില്ല, നാളെ ഇത് പൂജയിൽ നിന്ന് വാങ്ങിച്ചു വെക്കണ്ട, നാണക്കേടാ. ആ, ഞാൻ നിന്നോടൊരു കാര്യം ഏൽപ്പിക്കാൻ വന്നതാ. ഇന്നു മുതല് നീയും അനുവും കൂടി അടുക്കളയിൽ കയറണം. അടുക്കളയിലോ? എന്താ, അടുക്കള കുറെ ദൂരെയൊന്നും അല്ലല്ലോ, ഈ വീട്ടിൽ തന്നെയല്ലേ. കുറച്ചു ദിവസം ഞാൻ ഇവിടെ പിണങ്ങിയിരുന്നപ്പോ നീ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് എനിക്ക് കൊണ്ടു തന്നതല്ല. ആ കനകയെ സ്വാധീനിച്ചുണ്ടാക്കിയതും മാധുരി വെച്ചുണ്ടാക്കിയത് കട്ടെടുത്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ആ പണി ഇനി നടക്കില്ല. ആ, പിന്നെ മറ്റൊരു കാര്യം, വെച്ചുണ്ടാക്കുന്ന എന്തു തന്നെ ആയാലും അതാദ്യം നീയും അനുവും കഴിക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് വിളമ്പിയാ മതി. ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ ഈ രീതി പിന്തുടർന്നാലേ നിവൃത്തിയുള്ളൂ. കേട്ടല്ലോ? അത് കൊള്ളാലോ. ഇപ്പഴാ അമ്മ എന്റെ അമ്മയായത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ വീട് മാറുമെന്ന് തോന്നുന്നളിയ. ഞാനിപ്പോ വരാം. മധു, ഈ മധു, നിന്റെ വീട്, നിന്റെ സാധനങ്ങൾ വാരി വലിച്ചിടരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ കിടക്കുന്ന എന്റെ പാന്റ് ഷർട്ടും അതെടുത്ത് പഴയതുപോലെ വയ്ക്കേ. നീ എടുത്ത് വയ്ക്കാനാ പറഞ്ഞത്. വെച്ചോളാം. എന്നാ വേഗമാകട്ടെ. എടീ, നിന്റെ അമ്മയുടെ സ്വഭാവം മാറില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതേതായാലും ഇപ്പൊ മാറി. നിന്റെ ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ പോവുക.